ചർച്ചകളിലെ ഈ ചരിത്ര പഠനം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇത് ഓരോ അറിവുകളും നമ്മൾ കിട്ടുന്നത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ജീവിതത്തില്. പ്രത്യേകിച്ച് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഈ ഇത്തരം കാര്യങ്ങളെല്ലാം എനിക്കും ഒരു പഠനം തന്നെയാണ്. പലപ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ ഓരോ ദിവസം തോറും കണ്ടുപിടിക്കാനും ആർജിക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട്. അതിന് ഗ്രൂപ്പിനോട് ആദ്യമായിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഓക്സ്ഫോർഡ് ഗ്രൂപ്പിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് പറ്റി പറയാനുള്ള ഒരു കാരണം എന്താണ്? നമ്മുടെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ തത്വങ്ങളിലെ കുറെ തത്വങ്ങളെങ്കിലും നമ്മൾ അഡോപ്റ്റ് ചെയ്തത് ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലെ ചില കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണ്. ചിലത് എടുക്കാണ്ടിരുന്നതും ചില കാര്യങ്ങൾ എടുത്തതും ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ മാതൃകയിൽ നിന്നാണ്. അപ്പൊ നെഗറ്റീവും പോസിറ്റീവും ഉണ്ട് അവിടെ. നെഗറ്റീവ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ ആഴ്ച ഞാൻ പറഞ്ഞു. പോസിറ്റീവ് കാര്യങ്ങളും പറഞ്ഞു. അപ്പൊ ഇനി നമുക്ക് ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ ഒരു മൊത്തം ഒരു അതെങ്ങനെയാണ് പ്രവർത്തിച്ചിരുന്നത്, എന്താണ് അതിന്റെ ഒരു ആകെ ഒരു ഭാവം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഒന്നാമത്തെ കാര്യം, ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ നമുക്ക് ഒരു അംഗമാകാൻ കഴിയില്ല. കാരണം എന്താണ്? അതിന് ഒരു അംഗത്വത്തിന്റെ പട്ടികയോ ഇങ്ങനെ നമ്മള് സബ്സ്ക്രിപ്ഷനുകളോ ബാഡ്ജുകളോ അല്ലെങ്കിൽ അതിൻ്റെതായ ചില നിയമങ്ങളോ അത് മാത്രമല്ല, കൃത്യമായിട്ട് ഒരു സ്ഥലം പോലും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ പല രാജ്യങ്ങളിലും പല പദവികളിലും തൊഴിലിലും ഒക്കെ അല്ലെങ്കിൽ പല വ്യാപാരത്തിലും ഒക്കെ ഏർപ്പെട്ടിരുന്ന ആളുകള് തങ്ങളുടെ ജീവിതം ദൈവത്തിന് സമർപ്പിക്കുകയും ഒരു ആത്മീയ മാർഗനിർദ്ദേശ പ്രകാരം അല്ലെങ്കിൽ ആത്മീയ ജീവിത നിലവാരം പുലർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളുടെ പേരാണ് ഓക്സ്ഫോർഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിനെ ഒരു മതമായിട്ട് കണക്കാക്കാൻ പറ്റില്ല. അതിന് പ്രത്യേക ശ്രേണികളില്ല, ബ്രാഞ്ചുകളില്ല, ക്ഷേത്രങ്ങളില്ല, എൻഡോമെന്റുകളില്ല. അത് മാത്രമല്ല, അതിന്റെ തൊഴിലാളികൾക്ക് ശമ്പളമില്ല, പ്രത്യേക ഒരു പദ്ധതികളൊന്നുമില്ല. ദൈവത്തിന്റെ പദ്ധതിയാണ് അതിനുള്ളത്. ഓരോ രാജ്യവും അവരുടെ രാജ്യമാണ്. ഓരോ മനുഷ്യനും അവരുടെ സഹോദരന്മാരാണ്. ആത്മീയ കവചം ധരിച്ച് ആധുനിക വസ്ത്രത്തിൽ നടക്കുന്ന ഒരു ആധുനിക വസ്ത്രമാണ് അവർ ഉപയോഗിക്കുന്നത്. അല്ലാണ്ട് പ്രത്യേകതരം വസ്ത്രങ്ങളില്ല. ഏതെങ്കിലും മതാനുഷ്ഠാനത്തിന്റെ ഇതായി വരുന്ന വസ്ത്രങ്ങളൊന്നുമില്ല. പക്ഷെ അവർക്കൊരു ആത്മീയ കവചമുണ്ട്. അപ്പൊ ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് പലപ്പോഴും അപരിചിതരുടെ മനസ്സിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കാറുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ ഇംഗ്ലണ്ടിൽ അതിന്റെ പ്രവർത്തനങ്ങൾക്ക് ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് നാമമാത്രമായിട്ടുള്ള കാര്യങ്ങളാണ് കേന്ദ്രമായിട്ട് ഉപയോഗിക്കുന്നതെന്നും ക്രിസ്തു മതത്തിന്റെ ചില കാര്യങ്ങൾ അതിനകത്ത് ഉപയോഗിക്കുന്നുണ്ടെന്നൊക്കെ സംശയത്തിനിടയാക്കാറുണ്ട്. പിന്നെ ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിലുള്ള കത്തോലിക്ക പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു നവോത്ഥാന പ്രസ്ഥാനമാണ് ഇതെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. പക്ഷേ ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു ഗ്രൂപ്പാണ്. അപ്പൊ പലപ്പോഴും പള്ളികൾക്കുള്ളിലാണ് പ്രവർത്തിക്കുന്നത്, പുറത്തും പ്രവർത്തിക്കുന്നുണ്ട്. ടെന്റൊക്കെ കെട്ടിയിട്ടുള്ള രീതിയിൽ അവർ പ്രവർത്തിക്കാറുണ്ട്. അപ്പോ എല്ലാ മനുഷ്യരെയും തങ്ങൾ സ്വീകരിക്കുന്ന അല്ലെങ്കിൽ എല്ലാ മനുഷ്യരെയും സ്വീകരിക്കേണ്ടത് തന്റെ ഉത്തരവാദിത്തങ്ങളാണ് എന്ന് കരുതുന്ന, എല്ലാവരെയും അംഗീകരിക്കുന്ന ഒരു വിഭാഗമായിട്ടാണ് ഓക്സ്ഫോർഡ് ഗ്രൂപ്പ്. ഇപ്പൊ ലോകത്തിൽ പല വിശ്വാസങ്ങളുണ്ടെന്നും നമുക്ക് ചുറ്റും പൊതുവായിട്ട് പല നേട്ടത്തിനായിട്ട് ആളുകൾ അത് ഉപയോഗിക്കുന്നുണ്ടെന്നും, എന്നാൽ ഒരു ആത്മീയ ജീവിതം നയിക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു ആത്മീയതയിൽ ജീവിക്കുക എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു പദ്ധതിയാണ് ഇവര് ദൈവത്തിന് നമ്മുടെ ജീവിതം സമർപ്പിക്കുന്നതിലൂടെ ആവിഷ്കരിക്കുന്നത്. അപ്പം ദൈവത്തിന്റെ മാർഗനിർദ്ദേശം അനുസരിച്ചിട്ടാണ് ഓരോരുത്തരും ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലെ അംഗങ്ങൾ ആ പദ്ധതിയിൽ തുടരാനും അത് ഫലപ്രാപ്തിയിൽ എത്തിക്കുവാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഈ ജീവിതത്തെ മാറ്റിമറിച്ച ഒരുപാട് അത്ഭുതങ്ങൾ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ ഉള്ളില് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ സ്ത്രീകളും പുരുഷന്മാരും അടങ്ങിയ അനേക ആളുകള് മനസ്സിന്റെയും സന്തോഷവും ചില ശാരീരിക രോഗത്തിൽ നിന്നുള്ള മോചനമൊക്കെ ഈ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ ഉള്ളിൽ നിന്ന് തന്നെ കണ്ടെത്തിയതായിട്ട് തെളിവുകളുണ്ട്. ദൈവത്തിന് കീഴടങ്ങുക എന്നതിനർത്ഥം അവർക്ക് സാധ്യമാണെന്ന് അല്ലെങ്കിൽ അവർ മനസ്സിലാക്കിയതിനേക്കാൾ ജീവിതത്തിൽ പൂർണ്ണമായിട്ടുള്ള ഒരു സന്തോഷം കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ഒരു പുതിയ ജീവിതം തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അതായത് ഒരു ജന്മം ലോകത്തിലേക്ക് ഒരു പുനർജന്മം നേടുക, അല്ലെങ്കിൽ ദൈവത്തിലേക്ക് അടുക്കുന്നതിലേക്കായി ഒരു പുനർജന്മം നേടുക,
അത് ജീവിതത്തിലെ ഏറ്റവും മികച്ചതും മൂല്യവത്തുമായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് അവർ വിശ്വസിച്ചു. പ്രത്യേകിച്ച് ഈ മനുഷ്യന്റെ ആഹ് ലൈംഗികതപരമായിട്ടുള്ള കഴിവുകള് അത് പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന രീതിയിലാണ്. പക്ഷെ അതിനുള്ള അതൊരു പാപത്തിന്റെ തടവിലായിട്ട് ചിന്തിക്കേണ്ട കാര്യമല്ല. ലോകത്തുള്ള എല്ലാ ആധുനിക ജ്ഞാനമുള്ള ആളുകൾക്ക് ഒരു യാഥാർത്ഥ്യമായിട്ട്, അതായത് പാപചിന്തകൾക്കുപരിയായി ഈ ലൈംഗികതയും മറ്റു പാപങ്ങളെയും എല്ലാം കാണാനായിട്ട്, അല്ലെങ്കിൽ മറ്റു കഴിവുകളെല്ലാം കാണാനായിട്ട് ഇവർ സഹായിക്കുന്നതാണ്. അപ്പോ ഈ ഭൂമിയിൽ ജീവിക്കുന്നതിന്റെ യഥാർത്ഥ സന്തോഷം ഇവർക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ ഒരു കാഴ്ചപ്പാട്, അല്ലെങ്കിൽ ശരിയായ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട് ജീവിതത്തിന് ലഭിക്കുന്നു. ഇതാണ് ഈ ആത്മീയതയുടെ ഇവരുടെ അടിസ്ഥാനം. അതായത് ജീവിത മൂല്യങ്ങളെ കുറിച്ചുള്ള യാഥാർത്ഥ്യപരമായ ഒരു ബോധം, ആം, ആത്മീയത എന്താണ്, ഭൗതികത എന്താണ് എന്ന് മനസ്സിലാക്കുന്ന യാഥാർത്ഥ്യ ബോധം. അങ്ങനെ അവര് ഒരു വിവേകികളായിട്ട് മാറുന്നു. ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങളുടെ ഫലങ്ങളെക്കുറിച്ച് ഒരുപാട് തെളിവുകളുണ്ട്. അത് ഒരുപാട് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്, പുസ്തകങ്ങളെല്ലാം പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോ ജീവിതത്തിന് മാറ്റമുണ്ടായ ചില അത്ഭുതങ്ങൾ ആ പുസ്തകത്തിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കും. പ്രത്യേകിച്ച് ഈ ഗ്രൂപ്പുകള് ഹൗസ് പാർട്ടികൾ എന്ന് വിളിക്കപ്പെടുന്ന ഗ്രൂപ്പുകളാണ്. അത് പല ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ഒക്കെ അവർ ക്രമീകരിച്ച് വലിയ ഒത്തുചേരലുകളും സാധാരണ ചെറിയ ഒത്തുചേരലുകളിലെല്ലാം അവര് ഈ പറയുന്ന തെളിവുകൾ, ജീവിതത്തിൽ മാറ്റമുണ്ടായ തെളിവുകൾ വിതരണം ചെയ്യുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ സാക്ഷികളിൽ നിന്നാണ് ആയിരക്കണക്കിന് പേര് ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലേക്ക് ചേരുകയും ജീവിതത്തെ മാറ്റിമറിച്ചതും. എല്ലാവർക്കുമായി ചെയ്യാൻ കഴിയുന്നതായ കാര്യങ്ങളെ സ്വന്തം ജീവിതത്തിന്റെ തെളിവുകളാൽ അവർ വെളിപ്പെടുത്തുന്നു. അതായത് അപ്പോ ഓരോ വ്യക്തികളും തങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടുകയും ഞാൻ ഒരു മിനിറ്റ് എടാ ഒന്ന് മ്യൂട്ട് ചെയ്തടാ, വേണിച്ചേട്ടനൊന്ന് മ്യൂട്ട് ചെയ്ത്, ഞാൻ എന്റെ ഇതാക്കിയില്ല, ഉണ്ണീനെ ഇതാക്കാൻ മറന്നു. ഓക്കെ, ഒരു മിനിറ്റ്. ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ്. എനിക്ക് നെഗോഷ്യന് മ്യൂട്ട് ഇതാക്കാൻ പറ്റുന്നില്ല. മ്യൂട്ട് ചെയ്തു. ഓക്കെ, ഞാൻ ഈ ഫോണിൽ നിന്ന് പറയുന്നില്ല, എന്താണ് ഒരു വിഷയം. അപ്പം ജീവിതത്തിൽ ഒരു പരിവർത്തനം ചെയ്യാനായിട്ട് ആണ് ഇവര് ഈ ഹൗസ് പാർട്ടികൾ, അല്ലെങ്കിൽ കുടുംബത്തിൽ കുടുംബാംഗങ്ങൾ ഒന്നു ചേർന്ന് ഈ ഗ്രൂപ്പുകളൊക്കെ പോയിക്കൊണ്ടിരുന്നത്. ഇതെന്താണ് ആത്യന്തികമായി സംഭവിച്ചത്? അപ്പോ ഒരുപാട് വിവാഹ മോചനത്തിൽ നിന്ന് കുടുംബങ്ങൾ രക്ഷപ്പെട്ടു. ഭർത്താക്കന്മാരും ഭാര്യമാരും ഉണ്ടായ പണക്കകൾ മാറി അവരൊരു പരസ്പരം ധാരണയിലേക്ക് എത്തി. ഏകാന്തരായ ആളുകള് ഈ ഗ്രൂപ്പുകളിലൊക്കെ പോയി ഒരു സൗഹൃദത്തില് ഏർപ്പെട്ടു. അല്ലെങ്കിൽ പാപങ്ങൾ എന്ന് പറഞ്ഞ് അവർ ചിന്തിച്ചിരുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം ഒരു സ്വതന്ത്രരായിട്ട് ഒരു ആത്മീയ സ്വാതന്ത്ര്യത്തിലേക്ക് മാറുകയും പുനർജനിക്കുക എന്നുള്ളൊരു ആശയത്തിലേക്ക് അവരെത്തുകയും ചെയ്യുന്നു. ഇതുകൊണ്ട് പല ആത്മഹത്യകൾ ഒഴിവായി ഉപയോഗപ്രദവും സന്തോഷപരവുമായിട്ടുള്ള ഒരു ജീവിതം സ്ത്രീകളും പുരുഷന്മാരും നയിക്കുന്നു. പ്രത്യേകിച്ച് യുവാക്കളായിട്ട് ആളുകൾ ഭാവിയില് ഒരു നല്ല ഉദ്ദേശത്തിനായിട്ട് തങ്ങളുടെ ജീവിതം മാറ്റി വെക്കുന്നു. അപ്പോ ജീവിതത്തെ, അല്ലെങ്കിൽ വരാൻ പോകുന്ന ജീവിതത്തെ കുറിച്ച് ഒരു വലിയ മാറ്റം, അല്ലെങ്കിൽ വലിയ ലക്ഷ്യങ്ങൾ ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് അവർക്ക് കൊടുത്തു. അന്നത്തെ കാലത്തൊക്കെ അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ വിവാഹമോചനമൊക്കെ നടന്നുകൊണ്ടിരുന്ന കാലഘട്ടമാണ്. പക്ഷെ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലൊക്കെ പോന്റെ ഒരു എൻട്രി, അതിനകത്തൊക്കെ ഒരുപാട് കുറവുകൾ സംഭവിച്ചു എന്നൊക്കെ പിന്നീട് പറയാം. പിന്നീട് ആൽക്കഹോളിക്സ് അനോണിമസിനെ പറ്റിയും അങ്ങനെ പറയുന്നുണ്ട്. വിവാഹ മോചനത്തിന്റെ എണ്ണം കുറയാനായിട്ട് സഹായിച്ചതൊക്കെ ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഈ ഭക്തി എന്ന് പറയുന്നത് ഒരു സ്വാർത്ഥത പോലെയും, അല്ലെങ്കിൽ മറ്റ് പുറം ജാതികളുള്ളവരെ അന്ധമായിട്ട് അവരെ വെറുക്കുന്നതിനേക്കാളും ഉപരിയായിട്ടുള്ള
ഒരു ആത്മീയ സാമാന്യ ബുദ്ധിയാണ് യഥാർത്ഥത്തിൽ ഈ ലോകത്തിനായിട്ട് ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് പങ്കുവച്ചത്. ആം, ഈ ലോകം മുഴുവൻ ഒരു ദൈവത്തിന്റെ പരിപാലനത്തിലാണെന്നും ആം, ആ, അതിന് ചില മാനദണ്ഡങ്ങളുണ്ട് എന്നും അവർ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കറിയാം അവരുടെ പ്രധാന താക്കോലുകൾ തികഞ്ഞ സത്യസന്ധതയും സമ്പൂർണ്ണ വിശുദ്ധിയും തികഞ്ഞ നിസ്വാർത്ഥതയും തികഞ്ഞ സ്നേഹവുമാണ്. എല്ലാം പെർഫെക്റ്റ് 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 എന്നുള്ള രീതിയിലാണ്. അപ്പം ഈ പോയിന്റുകൾ പലപ്പോഴും നമ്മൾ എയിൽ സ്വീകരിച്ചത് അതിന്റെ ഈ പരിപൂർണതയെ ഒഴിവാക്കിക്കൊണ്ടാണ്. കാരണം പരിപൂർണതയിലേക്ക് എത്താനായിട്ട് മനുഷ്യന് കഴിയില്ല എന്നുള്ള ഒരു ഇതാണ്. ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ചില കാര്യങ്ങൾ നമ്മൾ എടുക്കുകയും ചില കാര്യങ്ങൾ നമ്മൾ അവരിൽ നിന്ന് പാഠം പഠിച്ചുകൊണ്ട് ഉപേക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഇവരുടെ പൂർണ്ണമായിട്ടുള്ള ഒരു പോയിന്റ് എന്ന് വെച്ചാല് ഒരു വീട് അല്ലെങ്കിൽ കുറെ സ്വത്തുക്കൾ അല്ലെങ്കിൽ ഭൗതിക പ്രതിബന്ധതകൾക്കാൾ ഉപരിയായിട്ട് ഒരു മനുഷ്യനായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നാം ആത്മീയമായി ജീവിക്കുക എന്നുള്ള ഒരു അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു തീക്ഷ്ണതയോടുകൂടി ദൈവത്തെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാന ഉദ്ദേശം. ഈ സമ്പൂർണത, ഈ 4 പോയിന്റുകൾ എന്ന് പറഞ്ഞ സമ്പൂർണതയാണ്. അപ്പം ചിന്തകളിലും വാക്കുകളിലും പ്രവൃത്തികളിലും ഈ ചിന്തകൾ ഈ പരിപൂർണത വരുന്നത് ഒരു സൗന്ദര്യമാണെന്നാണ് ഓക്സ്ഫോർഡ് ഗ്രൂപ്പുകാര് വിശ്വസിക്കുന്നതും അവരതിനെപ്പറ്റി പഠിപ്പിക്കുന്നതും. ഒരു പിന്നെ അവർ പറയുന്നത് വെച്ചാല് എല്ലാവർക്കും ഇത് സാധിക്കില്ല. വളരെ കുറച്ചു പേർക്ക് മാത്രമേ ഈ സമ്പൂർണ്ണ സത്യസന്ധതയും സമ്പൂർണ്ണ വിശുദ്ധിയും സമ്പൂർണ്ണമായിട്ടുള്ള നിസ്വാർത്ഥതയിലും സമ്പൂർണ്ണ സ്നേഹത്തിലും ജീവിക്കാൻ കഴിയുന്ന ആണ്. അപ്പൊ എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു എന്നുള്ള ബൈബിൾ വാക്കുകളൊക്കെ അവരുപയോഗിക്കാറുണ്ട്. അപ്പോ ഈ ഭൗതികപരമായിട്ടുള്ള അല്ലെങ്കിൽ ഭൗതികതയിൽ അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണിക്കുന്ന തരത്തിൽ ഒരു ഭക്തിപരമായിട്ടുള്ള ജീവിതത്തെ കുറിച്ചല്ല അവര് ചിന്തിച്ചിരുന്നത്. സ്വന്തം സഹോദരനെ അല്ലെങ്കിൽ മനുഷ്യനെ മൊത്തത്തിൽ സമ്പൂർണ്ണമായിട്ട് സ്നേഹിക്കണമെന്നും അങ്ങനെ തോന്നണമെന്നുള്ളതാണ്. അപ്പം ഈ നിസ്വാർത്ഥത അല്ലെങ്കിൽ സ്വാർത്ഥത എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. അതായത് മറ്റുള്ളവർക്ക് ഒരു ഉപകാരം ചെയ്യാതെ ഭൗതിക ജീവിതം നയിക്കുക, അല്ലെങ്കിൽ സ്വന്തം ഇച്ഛാശക്തിയുടെ പ്രലോഭനങ്ങൾ ഉൾപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് സ്വാർത്ഥതയെ കുറിച്ച് അവർ പറയുന്നത്. അപ്പൊ അത് പൂർണ്ണമായും നിസ്വാർത്ഥതയിലേക്ക് വരണമെന്നും അങ്ങനെ ഒരു ദൈവകൃപ നേടിയെടുക്കണമെന്നും അങ്ങനെയായാൽ മാത്രമാണ് നമുക്ക് ഈ ഈ പറയുന്ന നിസ്വാർത്ഥത കൊണ്ടും സത്യസന്ധത കൊണ്ടും സ്നേഹം കൊണ്ടും ഒരു ആത്മീയ ജീവിതം നയിച്ച ഒരു പുനർജന്മം നേടാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ ഈ 4 പ്രായോഗിക ആത്മീയ പ്രവർത്തനങ്ങൾ നിർദ്ദേശിക്കുന്നത്. അപ്പോ ഇതിനകത്ത് എന്താന്ന് സംഭവം എന്ന് വെച്ചാല് നമ്മുടെ പാപങ്ങളും പ്രലോഭനങ്ങളും മറ്റുള്ളവരായിട്ട് പങ്കിടുക, അതായത് ഗ്രൂപ്പിലുള്ള മറ്റുള്ള ആളുകളുമായിട്ട് പങ്കുവെക്കുക. ഈ പങ്കിടുന്നത് ഈ താൻ മാറ്റിയ ഈ മാറ്റങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു സാക്ഷിയായിട്ടാണ്. അതുപോലെ തന്നെ ഞാൻ പാപം പറയുമ്പോൾ എന്റെ പാപം ഇതാണെന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ പാപങ്ങൾ അവർക്ക് തിരിച്ചറിയാനും സാധിക്കും. രണ്ടാമതായിട്ട് നമ്മുടെ ജീവിതവും ഭൂതകാലവും വർത്തമാനവും ഭാവിയും എല്ലാം ദൈവത്തിന്റെ സംരക്ഷണത്തിനും മാർഗനിർദ്ദേശത്തിനും സമർപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ തെറ്റ് ചെയ്ത അല്ലെങ്കിൽ അനീതിപരമായിട്ട് ലോകത്ത് ജീവിച്ച എല്ലാവർക്കും പുനരധിവസിക്കാനും ഒരു പുനർജന്മം നേടാനുമുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്നുള്ളതാണ്. പിന്നെ മറ്റൊന്ന് എല്ലാവരെയും കേൾക്കുക, എല്ലാവരെയും സ്വീകരിക്കുക എന്നുള്ള ആദർശമാണ്. അപ്പോ ഒരു ദൈവത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾ ആശ്രയിക്കുക, അത് ചെറുതോ വലുതോ ആയിക്കോട്ടെ, അതിൽ നടക്കുക എന്നുള്ളതാണ്. അപ്പൊ മാറിയ ജീവിത രീതി നയിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് ഈ ആത്മീയ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അപ്പോ യഥാർത്ഥത്തിൽ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ ഈ ആശയങ്ങൾ പുതിയ കണ്ടുപിടുത്തമൊന്നുമല്ല. അതിനു മുമ്പ് പല രാജ്യങ്ങളിലും അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും ആളുകൾ സ്വീകരിച്ചു വന്ന കുറെ കാര്യങ്ങളെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് ഇവരൊരു ഗ്രൂപ്പാക്കി മാറ്റി എന്നുള്ളതാണ്. അപ്പം ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് വ്യക്തികളെ മാത്രമല്ല, ഒരു രാജ്യത്തെ ഇവരെല്ലാവരെയും ചേർത്ത് പിടിക്കുക, എല്ലാവരെയും പാപത്തിൽ നിന്ന് മോചിക്കുക എന്നുള്ള ഒരു ആശയത്തില് ആണ് ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് മീറ്റിങ്ങുകൾ എല്ലാ പട്ടണങ്ങളിലും
ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഒക്കെ പടർന്ന് പന്തലിച്ച. നമുക്കറിയാം, ഇന്ത്യയിൽ പോലും ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. നമ്മുടെ മഹാത്മാഗാന്ധിയുടെ മകൻ പോലും ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന് തെളിവുകളുണ്ട്. അപ്പോ ഈ അതുപോലെ തന്നെ നമ്മുടെ ഫ്രാങ്ക് ബുച്ച്മൻ നമ്മുടെ പാർലമെന്റിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്തരം ഇന്ത്യൻ പാർലമെന്റിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്തരം ഒരു വൈഡ് ആയിട്ടുള്ള ലോകം മുഴുവനും ഒരു ആത്മീയമായിട്ടുള്ള ഒരു ഉണർവ് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന വലിയ വലിയ പദ്ധതികളാണ് ഇവര് ഉം, ആവിഷ്കരിച്ചത്. പ്രത്യേകിച്ച് ഹൗസ് പാർട്ടികള്, പല പല ഈ ഹൗസ് പാർട്ടികളിലാണെങ്കിൽ ആ അതിഥികളെ ക്ഷണിക്കുന്നത് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹികമായിട്ട് പല പദവികളിൽ ഇരിക്കുന്ന ഗവർണർമാര്, അവിടുത്തെ മിനിസ്റ്റേഴ്സ്, അങ്ങനെയുള്ള ആളുകളെയൊക്കെയാണ് ഈ ഹൗസ് പാർട്ടികളിൽ കൊണ്ടുവന്നിരുന്നത്. അങ്ങനെ പല ആളുകളും അങ്ങനെ വരികയും പിന്നെ അവര് അവരുടെ ജീവിതത്തിൽ ഇതൊരു ആത്മീയ ജീവിതമായിട്ട് മാറ്റുന്നതിനൊക്കെ ശ്രമിക്കുകയൊക്കെ ചെയ്തതായിട്ട് നമുക്ക് കാണാം. അപ്പൊ അങ്ങനെ അവരും പരിവർത്തനം വന്നതൊക്കെ ആയിട്ട് പറയുന്നുണ്ട്. അപ്പം ഒരാൾ ഈ ലോകത്ത് ഒരു ആത്മീയമായിട്ട് ഒരു ദീപസ്തംഭമായി ജീവിക്കുക, മറ്റുള്ളവര് അയാളെ കാണുകയും പിന്നെ ഇയാൾ പോകുന്ന ഗ്രൂപ്പിന്റെ പ്രവർത്തനത്തെ കുറിച്ച് ധരിക്കുകയും അങ്ങനെ ഈ ഇത്തരം ഹൗസ് പാർട്ടികളിലേക്ക് ധാരാളം ആളുകൾ എത്തിച്ചേരുകയൊക്കെ ചെയ്യുന്നു. മതപരമായ ഒരു കൺവെൻഷന്റെ മതപരമായ കൺവെൻഷന്റെ സ്വഭാവത്തിലല്ല പല യോഗങ്ങളും. ആം, ഉം, ഈ പാർട്ടികളില് വരുന്ന അതിഥികളായി തന്നെയാണ് കണക്കാക്കുന്നത്. ആ, അവര് ഇവിടെ വരുമ്പോ ഒരു തുല്യത അനുഭവപ്പെടുന്നു. ഞാൻ ഇച്ചിരി മുന്തിയ രീതിയിലുള്ള ആളാണ്, അല്ലെങ്കിൽ സമൂഹത്തില് ഏതെങ്കിലും സാമൂഹിക ചുറ്റുപാടില് ഗവർണറോ അതുപോലെയുള്ള ഏതെങ്കിലും സാമൂഹിക മായിട്ടുള്ള അധികാരത്തിലുള്ളവരാണെങ്കിൽ പോലും ഇതിന്റെ ഉള്ളിൽ വരുമ്പോ ആം, നമുക്ക് ഒരുമ അനുഭവപ്പെടുന്നു, ഒരു ഐക്യം അനുഭവപ്പെടുന്നു. അപ്പൊ ഇവിടെ ചില തമാശകൾ പറയാറുണ്ട്. ഈ അപരിചിതന്മാര് തമ്മില് ആരോഗ്യകരമായ പല കാര്യങ്ങളും ചർച്ച ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇവിടെ എക്സർസൈസും അങ്ങനെയുള്ള കൂടിച്ചേർന്നിട്ടുള്ള രാവിലെയൊക്കെ എണീറ്റ് ഇവര് എക്സർസൈസ് ചെയ്യുന്നതൊക്കെ ആയിട്ട് ഈ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ ഇതിനകത്ത് പാസിറ്റോണിലൊക്കെ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു ജാതിയിൽ നിന്നോ മതത്തിൽ നിന്നോ ഉള്ള ഒരു വേർതിരിവുണ്ടായിരുന്നില്ല. എല്ലാവരെയും ഈ ഹൗസ് പാർട്ടികളിൽ അവർ ഒരുപോലെയാണ് കണ്ടിരുന്നത് എന്നുള്ളതാണ്. അപ്പം ഒരു സാമൂഹിക സമത്വം, നമ്മുടെ വിശ്വാസം എന്തായിക്കോട്ടെ, തൊഴിൽ എന്തായിക്കോട്ടെ, കാഴ്ചപ്പാടുകൾ എന്തായിക്കോട്ടെ, അതൊന്നും ഇവിടെ ഒരു പ്രശ്നമായിരുന്നില്ല. നമുക്ക് ഒരു വൈകല്യങ്ങളുണ്ട് എങ്കിൽ അത് അവിടെ ഏറ്റുപറയുക. അങ്ങനെ പ്രത്യേകിച്ച് ഈ അമേരിക്ക, കാനഡ, ദക്ഷിണാഫ്രിക്ക തുടങ്ങിയുള്ള സ്ഥലങ്ങളിലെല്ലാം ഇത്തരം ജനങ്ങൾ കൂടുതൽ ഇതിനകത്ത് താല്പര്യം കാണിച്ചു. പ്രത്യേകിച്ച് ഇവരുടെ ഒരു ടീം വർക്ക്, ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ ഒരു ടീം വർക്ക്. കാനഡയിലൊക്കെ ആണെങ്കിൽ ബെന്നറ്റ് എന്ന് പറയുന്ന പ്രധാനമന്ത്രി ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ പങ്കെടുത്തതായി ഒക്കെ പറയുന്നുണ്ട്. പിന്നെ ദക്ഷിണാഫ്രിക്കയിലാണെങ്കിലും പിന്നെ നമ്മുടെ ജർമ്മനിയിൽ അവര് മീറ്റിംഗ് തുടങ്ങി കഴിഞ്ഞപ്പോ ഹിറ്റ്ലറെ മീറ്റിംഗിൽ പങ്കെടുപ്പിക്കാനൊക്കെ ആയിട്ട് ശ്രമിച്ചതൊക്കെ ആയിട്ട് നമുക്ക് ചരിത്രത്തിൽ പറയുന്നുണ്ട്. പിന്നീട് അത് നടക്കാതെ വരികയും ഹിറ്റ്ലർ ഇവരുടെ ശത്രുപക്ഷത്താവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഹിറ്റ്ലറെ പുകഴ്ത്തിക്കൊണ്ട് ഫ്രാങ്ക് ബുച്ച്മാൻ ഒരു പ്രസംഗമൊക്കെ ചെയ്യുന്നത് ചരിത്രത്തിൽ നമുക്ക് കാണാം. ഫ്രാങ്ക് ബുച്ച്മാന് ക്രിസ്തു നേരിട്ടയച്ച പ്രവാചകനായിട്ടൊക്കെ ഓക്സ്ഫോർഡ് ഗ്രൂപ്പ്, അല്ല സോറി, ഹിറ്റ്ലറെ പറ്റി ഇദ്ദേഹം പറയുന്നത് കേട്ട് നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെ തന്നെയായാലും ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ ഒരു കൾച്ചർ എല്ലാവരെയും എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുക, എല്ലാ ജാതിയിൽപ്പെട്ട എല്ലാ മതത്തിൽപ്പെട്ട ആളുകളെയും സ്വീകരിക്കുക, അങ്ങനെ അവരുടെ അധാർമികമായിട്ടുള്ള ജീവിതത്തിൽ നിന്ന് ധാർമ്മിക ജീവിതത്തിലേക്ക് മാറ്റുക എന്നുള്ളത്. അപ്പൊ ഈ ഫ്രാങ്ക് ബുച്ച്മാനൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ അച്ഛനാണെങ്കിൽ പോലും അവര് ഈ ലോഹ പോലെയുള്ള വസ്ത്രങ്ങളൊന്നും ധരിച്ചില്ല. സാധാരണ വസ്ത്രങ്ങളാണ് അവർ ധരിച്ചിരുന്നത്. കാരണം അങ്ങനെ ഒരു പ്രത്യേക വ്യക്തിത്വ ഭാവം അവർക്ക് വേണ്ടിയിരുന്നതാണ്. ഇപ്പൊ സാം ഷുമാക്കർ ആണെങ്കിലും അങ്ങനെ ആയിരുന്നു എന്നാണ് പറയുക. അപ്പൊ ഇതെല്ലാം നമുക്ക് പാസറ്റോണിലൊക്കെ വായിക്കാൻ പറ്റുന്ന കുറെ കാര്യങ്ങളാണ്. അങ്ങനെ ഈ മതത്തിനേക്കാൾ ഉപരിയായി ഒരു ആത്മീയ ജീവിതം നയിക്കാനാണ് ഇവര് കൂടുതലായിട്ട് ശ്രമിച്ചിരുന്നത്. പിന്നെ ഈ മറ്റുള്ളവരെ ആശ്രയിക്കുക എന്നത് ഒരു ബലഹീനതയായിട്ടാണ് പലപ്പോഴും മനുഷ്യന്മാർ കാണുക.
പക്ഷെ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് നമ്മുടെ ഒരു ലൈഫിൽ ഒരു മാറ്റം വരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് പാസിറ്റോണിലെ പേജ് നമ്പർ 127 മുതൽ 132 വരെയുള്ള പേജുകളിലും 168 മുതൽ 174 വരെയുള്ള പേജുകളിലും കംസ് ഓഫ് ഏജിലെ പേജ് നമ്പർ 39-ലുമാണ് ഇതിനെപ്പറ്റി പറയുന്നത്. പല പുസ്തകങ്ങളും നമുക്ക് എടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ദി ആക്രോൺ ജെനിസിസ് ആൻഡ് എ എന്ന് പറയുന്ന ഒരു വലിയ പുസ്തകമാണ് ഏറ്റവും ഒരു വലിയ ഇതിന്റെ ഒരു ചരിത്രം പറയുന്നത്. ദി ആക്രോൺ ജെനിസിസ് ആൻഡ് എ എങ്ങനെയാണ് അവിടെ നിന്ന് നമുക്കറിയാം 1935 മുതൽ 1939 വരെയുള്ള ഫ്ലൈയിങ് ബ്ലൈൻഡ് പീരീഡ്, അതായത് അന്ധകാരത്ത് സഞ്ചരിച്ചിരുന്ന ഒരു പദ്ധതിയോ പ്ലാനോ ഒന്നും ഇല്ലാതെ സഞ്ചരിച്ചിരുന്ന എക്ക് വേണ്ടിയിട്ട് കുറെ കാര്യങ്ങളെല്ലാം അവിടെ നിന്നും നമ്മൾ എടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ സാം ഷുമാക്കർ നമ്മൾ അതിനു വേണ്ടി സഹായിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ സാം ഷുമാക്കർ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിനെ പറ്റി കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കൂടുതൽ കാരണം നമ്മൾ പലരും പറയാറുണ്ട് ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മുടെ എഐയിൽ വിജയ ശതമാനം കൂടുതലായിരുന്നു എന്നുള്ളതാണ്. ആദ്യത്തെ 35 മുതൽ 39 വരെയുള്ള ഈ ചെറിയ ഡ്രങ്കേഴ്സ് എന്നാണ്, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ഡ്രങ്ക്സ് എന്നാണ് പറഞ്ഞിരുന്നത്. അവരുടെ ഇടയിൽ ഇവർക്ക് 100% വരുന്ന 100 പേരും ആത്മീയമായിട്ടുള്ള ഇത് സ്വീകരിക്കാനും മാറ്റപ്പെടാനും സഹായിച്ചു എന്നൊക്കെയാണ് നമ്മൾ ബിഗ് ബുക്കിൽ പറയാം. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം വന്നത് അവര് ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ ഈ പറയുന്ന പാപങ്ങൾ പങ്കിടുക, അല്ലെങ്കിൽ ദൈവത്തിന് കീഴടങ്ങുക, അല്ലെങ്കിൽ ആത്മീയതയ്ക്ക് കീഴടങ്ങുക എന്നുള്ളൊരു ആശയങ്ങള് പാപങ്ങൾ വെട്ടി തുറന്നുകൂടെ. ഇപ്പൊ സാംശുമാക്കർക്ക് തങ്ങളുടെ പാപങ്ങൾ വെട്ടി തുറന്ന് പറയാൻ അല്ലെങ്കിൽ പരസ്യമായി പറയാൻ മടിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അപ്പം അങ്ങനെ പാപങ്ങള് തിരിച്ചറിയാനും വെളിച്ചത്ത് കൊണ്ടുവരാനും അവർക്ക് സഹായിക്കുകയും പരസ്പര സൗഹൃദം പങ്കിടുകയും അങ്ങനെ മാനസികമായി ഇങ്ങനെ പാപങ്ങൾ പങ്കെടുക്കുന്നതിലൂടെ മാനസികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാനും പ്രത്യേകിച്ച് അവർ പറയുന്നത് രണ്ട് മനസ്സുകൾ ചേരുന്നത് ഒന്നിനേക്കാൾ നല്ലതാണെന്നാണ്. അപ്പൊ അതൊരു പഴഞ്ചൊല്ലാണ്, രണ്ട് മനസ്സുകൾ ഒരു മനസ്സിനേക്കാളും നല്ലതാണ്. അപ്പൊ നമ്മളിവിടെയും എയിലും അത് തന്നെയാണ്. നമ്മൾ എന്തെങ്കിലും നമുക്കൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഒരാളെ വിളിക്കുന്നത് അല്ലെങ്കിൽ പങ്കുവെക്കുന്നത് അല്ലെങ്കിൽ പരസ്പരം ഒരു കുറ്റസമ്മതം എന്നൊക്കെ തന്നെയാണ് അതിനെ വിളിക്കുക. അപ്പൊ അത് ആ വൈകാരികമായിട്ടുള്ള മനസ്സിനെ ഒരു പുതിയ ആശയത്തിലേക്ക് എത്തിക്കുവാനും അങ്ങനെ അതിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് അങ്ങനെ മാറ്റുമ്പോൾ നമുക്ക് നമ്മുടെ നമ്മുടെ നെഞ്ചിൽ നിന്ന് അതിന്റെ ആ ഒരു പ്രശ്നം മാറിപ്പോവുകയും നമുക്കൊരു സുഖം തോന്നുകയൊക്കെ ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ അസ്വസ്ഥരാകുമ്പോഴും അല്ലെങ്കിൽ ഏതെങ്കിലും തെറ്റുകൾ ചെയ്യുമ്പോഴും നമ്മൾ ഒരു സുഹൃത്തിനോട് ബുദ്ധിപരമായിട്ടുള്ള ചില ഉപദേശങ്ങൾ സ്വീകരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ മാനവാരോഗ്യം കാണുമ്പോൾ ചില മതവിശ്വാസികളാണെങ്കിൽ അങ്ങനെയുള്ള ആളുകളുമായിട്ട് ഇപ്പം പെടും. ഇതിന്റെ എല്ലാം പിന്നിലുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു മൂല്യം തിരിച്ചറിയുക എന്നുള്ളതാണ്. നമ്മളെ തെറ്റ് ചെയ്യുമ്പോൾ മറ്റൊരാളോട് പങ്കുവെക്കുമ്പോൾ നമുക്ക് ഒരു സുഖം ലഭിക്കുന്നു എന്നുള്ളതാണ്. അതൊരു സൈക്കോളജിക്കലായിട്ടുള്ള ഒരു അപ്രോച്ചാണ്, മാനസികമായിട്ടുള്ള ഒരു അപ്രോച്ചാണ്. അപ്പൊ ചില പാപങ്ങൾ നമുക്ക് ലളിതമായിട്ട് തോന്നുമെങ്കിലും അത് വലിയ കുഴപ്പങ്ങളില്ലെങ്കിലും മനുഷ്യന്റെ മനസ്സിനെ മറ്റു കാര്യങ്ങളിലേക്ക് പ്രലോഭിപ്പിക്കാനും മറ്റു വൈകല്യങ്ങളെ ഊട്ടിയുണർത്താനും സഹായിക്കുന്നതാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നതിലൂടെ നമുക്ക് ഒരു പുനർജന്മം, ഒരു കാരണം നമ്മുടെ തെറ്റുകളും പാപങ്ങളെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ മതപരമായിട്ട് കാണണ്ട, അത് പാപങ്ങളെന്ന് ഉദ്ദേശിക്കുന്നത് തെറ്റുകൾ, അതൊരു ആത്മീയ രോഗത്തിന്റെ ലക്ഷണങ്ങളാണ്. അപ്പൊ നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമുക്ക് പാപങ്ങൾ ഏറ്റുപറയുന്നതിന് മടി തോന്നില്ല. തെറ്റ് ചെയ്യുന്നതിന് ഏറ്റുപറയുന്നതിന് നമുക്ക് ഒരു ഏറ്റുപറയുമ്പോഴാണ് ഈ ആത്മീയ രോഗത്തിന് ഒരു പരിഹാരമാകുന്നത്. അതായത് തെറ്റുകൾ ഏറ്റുപറയുമ്പോൾ എന്റെ ആത്മീയമായിട്ടുള്ള പുനഃസൃഷ്ടി സ്ഥാപിച്ചെടുക്കാനും വീണ്ടും എനിക്കൊരു മാനസികവും ശാരീരികവുമായ പ്രശ്നങ്ങൾ ലഘൂകരിക്കുവാനും നമുക്ക് സഹായിക്കുന്നു എന്നുള്ളതാണ് ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ കാഴ്ചപ്പാട്. അത് തന്നെയാണ്. അപ്പൊ ഈ കളപറിക്കൽ നടത്തുക, അല്ലെങ്കിൽ നമ്മുടെ പാപങ്ങള്, തെറ്റുകള്, കുറ്റങ്ങള് ചവറ്റുകൊട്ടയില് എറിയുക,
എന്നുള്ള അത് ആ ചവറ്റുകുട്ടയിൽ എറിഞ്ഞ് തീ കൊളുത്തി അത് നശിപ്പിച്ചതിന് ശേഷം ഒരു പുതിയ ജീവിത രീതിയിലേക്ക് നടക്കുക. ഇതൊക്കെ തന്നെയാണ് ഈ ആത്മീയ പദവി തിരിച്ചു കിട്ടുന്നതിന് നമ്മളെ സഹായിക്കുന്നത്. ആത്മീയത എന്ന് പറയുന്നത് നേടിയെടുക്കുന്നതിൽ ചില കഠിനമായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു. നമ്മൾ കാരണം ഈ ലോകത്തുള്ള ഒരു മനുഷ്യനും തെറ്റ് ചെയ്യാത്തവനില്ല, അല്ലെങ്കിൽ പാപരഹിതനായിട്ട് ജീവിക്കുന്നവനല്ല. പക്ഷെ അവന് സൗഖ്യം പ്രാപിക്കണമെങ്കിൽ അവന്റെ പാപങ്ങൾ അന്യോന്യം ഏറ്റുപറയുകയും പിന്നീട് അതിൽ നിന്ന് മോചനം നേടാനായിട്ട് നമ്മൾ പറയുന്ന പോലെ പ്രയർ ആൻഡ് മെഡിറ്റേഷൻ ഒക്കെ എടുക്കുമ്പോഴാണ് അവർക്ക് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. അപ്പോ സാധാരണക്കാരായ ഒരാളുകൾക്ക് ഇത് ചിന്തിക്കാൻ സാധിക്കുമോ എന്ന് ഞങ്ങൾക്കറിയില്ല. കാരണം അവര് ചില പാപങ്ങൾ ഏറ്റുപറയേണ്ടതില്ലെന്നും ചില കാര്യങ്ങൾ, ചില വ്യാമോഹങ്ങളൊക്കെ തന്റെ ഉള്ളിൽ നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെയാണ്. പക്ഷെ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലെ അംഗങ്ങൾ അത് മനസ്സിനെ വിശാലമായിട്ട് തുറക്കുകയും തങ്ങളെ ഉള്ളിലേക്ക് നോക്കുകയും പാപങ്ങളെ കുറിച്ച് അവർക്കിടെ ഉള്ളിലുള്ള ധാരണകളെ പരസ്പരം സംസാരിക്കുകയും അവിടെ മുഖസ്തുതിക്ക് ഉപരിയായിട്ട് അപരിചിതരാണെങ്കിൽ പോലും അവരോടും അതിശയകരമായിട്ട് തന്റെ പാപങ്ങൾ ആരോഗ്യപരമായിട്ട് പങ്കുവെക്കാനും അങ്ങനെ ഒരു നിരാശയുടെയും ഒറ്റപ്പെടലിന്റെയും ഒരു ആത്മീയ ഭീതിയുടെയും നിന്നുള്ള വികാരത്തിൽ നിന്നൊക്കെ മോചനം നേടാനും ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലെ അംഗങ്ങൾ സഹായിക്കാറുണ്ട്, പരസ്പരം സഹായിക്കാറുണ്ട്. ഈ യുവാക്കളൊക്കെ ആത്മഹത്യയിൽ നിന്ന് മാറുന്നതും ഞാൻ ആദ്യം പറഞ്ഞ പോലെ വിവാഹമോചനത്തിനൊക്കെ ഹയർ റേറ്റിലായിരുന്ന അമേരിക്കയിലൊക്കെ ഇത് ഒരുപാട് സഹായിച്ചു എന്നുള്ളതാണ്. പങ്കിടുന്നതിന്റെ ഒരു യാഥാർത്ഥ്യം, അല്ലെങ്കിൽ മറ്റുള്ളവരോട് തന്റെ ഭാരം പങ്കിടുന്നത്, അല്ലെങ്കിൽ പാപം ചെയ്യുന്നത് നീക്കിത്തരണതിനായി പങ്കിടുന്നതിന്റെ ഒരു അടിയന്തര ആവശ്യകത, ആത്മാർത്ഥമായിട്ടുള്ള ആവശ്യകതയാണ് ഓക്സ്ഫോർഡ് ഗ്രൂപ്പുകാര് പലപ്പോഴും ഈ ആത്മീയതയ്ക്ക് വേണ്ടി കണ്ടെത്തിയിരുന്നത്. പാപങ്ങൾ പങ്കിടുന്നതിന്റെ ഉപയോഗം, അതാണ് അവർ ഉപയോഗിച്ചത്. അത് നമുക്ക് സുഖം പ്രാപിക്കാൻ വേണ്ടി ആവശ്യമാണെന്ന് അവർ നമ്മളോട് പറയാണ്. പാപത്തിന്റെ പങ്കിടലിലൂടെ ആത്മീയ രോഗത്തിൽ നിന്ന് രക്ഷ നേടുക, അതാണ് ഈ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ പ്രവർത്തനം. നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നതിലൂടെ അത് ക്ഷമിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നത് വളരെയധികം ബുദ്ധിമുട്ടുന്നതാണെന്ന് നമുക്കറിയാം. അപ്പോ നമ്മുടെ ആത്മീയ പ്രശ്നങ്ങളും അല്ലെങ്കിൽ രോഗങ്ങളും മറ്റൊരാളോട് വാക്കുകളിലൂടെ പറഞ്ഞു കൊടുക്കുകയും അങ്ങനെ ഒരു സത്യസന്ധത പുലർത്തുകയും അങ്ങനെ ദൈവനിർദ്ദേശിതമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുകയും ചെയ്യുകയാണ് അവർ ചെയ്യുക. അപ്പോ പങ്കിടുക എന്ന് പറയുമ്പോഴത്തേക്ക് ഒരാളുടെ താഴത്തേക്ക് നമ്മൾ പോവുകയോ അല്ലെങ്കിൽ അയാളുടെ മുകളിലേക്ക് പോവുകയോ എന്നല്ല. അവര് ഇരുവശത്തോ അല്ലെങ്കിൽ അവർക്ക് ശ്രേഷ്ഠതാ മനോഭാവം ഉണ്ടാവും. ഒരു മിനിറ്റ്, വേറെ ആരും സമ്മതിക്കുന്നില്ല. ഞാനേ അരുൺഘോഷിനെ ഞാൻ ഹോസ്റ്റാക്കിയിട്ട് വീണ്ടും തിരിച്ച് അരുൺഘോഷി പോവാണല്ലോ. അത്രയോ പ്രാവശ്യം അവനങ്ങ് ഹോസ്റ്റാക്കി. അല്ലനെ ഞാൻ ഹോസ്റ്റാക്കിയിട്ടുണ്ടാ. മൈക്ക് വരുവാണെങ്കിൽ ഒന്ന് ഓഫ് ചെയ്യണേ. ഓക്കെ, ചേട്ടാ സോറി കേട്ടോ, അറിയാണ്ട് സൗണ്ട് കയറി വന്നു പോയതാ. അത് കുഴപ്പമില്ല. ഉണ്ണീനൊന്ന് ഹോസ്റ്റ് ആക്കണേ. ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ പങ്കിടുക എന്നാണ്. അപ്പൊ ചിലര് ചിന്തിക്കാറുണ്ട്, എന്റെ പാപങ്ങൾ ഞാൻ പങ്കിടുന്നെങ്കിൽ ഞാൻ നേരിട്ട് ദൈവത്തിന്റെ അടുത്തേക്ക് പോയാൽ പോരെ, അവിടെ പോയി പങ്കിട്ടാ പോരെ, മറ്റൊരാളുടെ ഇടപാട് എന്തിനാണ്, ഞാൻ എന്തിനാണ് അതിന് വിഷമിക്കേണ്ടത്, ഞാൻ എന്തിനാണ് മറ്റൊരു വ്യക്തിയുടെ മുമ്പിൽ എന്റെ കുറ്റസമ്മതം നടത്തുന്നത്. പിന്നെ ക്രൈസ്റ്റ് ആണ് കത്തോലിക്കരെ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ഏക ദൈവം. പക്ഷെ അവര് പലപ്പോഴും ഈ ഇത്തരം രോഷങ്ങളോടെ കാര്യങ്ങൾ പറയാറുണ്ട്. പക്ഷെ പൊതുവായിട്ട് മനുഷ്യന്റെ ഒരു സ്വാഭാവിക കാഴ്ചപ്പാടാണ്. ഒരു സത്യം ബാക്കി നിൽക്കുന്നുണ്ട്. അവർ ഈ പറയുന്നത് പോലെ ദൈവത്തോട് അവർ ഏറ്റു പറയുന്നുണ്ടോ, അല്ലെങ്കിൽ അവർ എത്രമാത്രം അത് ഏറ്റു പറയുന്നുണ്ട്,
അല്ലെങ്കിൽ ദൈവത്തോട് അവര് എത്രമാത്രം അത് മറച്ചു വെക്കുന്നുണ്ട്. അവർ പലപ്പോഴും ഈ പറയുന്ന മതത്തിന്റെ പേരിലൊക്കെ പറയുന്നുണ്ടെങ്കിലും അവർ ആഗ്രഹിക്കുന്നത് പോലെ ഇത് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. ദൈവം എന്നുള്ളൊരു കാര്യങ്ങൾ ദൈവം ക്ഷമിക്കുമെന്നും അതുകൊണ്ട് ഞാനതെല്ലാം ഏറ്റു പറഞ്ഞേക്കാമെന്നും അവർ പറയുന്നുണ്ടെങ്കിലും അവരത് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ ദൈവത്തിന്റെ മുമ്പിൽ ഏറ്റു പറയുന്നത് പോലെയാണ് തന്റെ അടുത്തുള്ള വ്യക്തി മറ്റൊരു മനുഷ്യനായിട്ടല്ല, ഒരു ഹയർ പവറിന്റെ മുമ്പിൽ ഏറ്റു പറയുന്നത് പോലെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം അത് ചില ക്രൈസ്റ്റ് എന്നോ അങ്ങനെയൊക്കെയുള്ള ആശയങ്ങളുള്ള ആളുകളാണ് കൂടുതലും. നമുക്കറിയാം അമേരിക്ക കാനഡയിലൊക്കെ ക്രിസ്തുവിന്റെ അനുയായികളാണ് കൂടുതൽ. അവര് അങ്ങനെയാണ്. ആ, ഈ പാപഭാരമുള്ള ഒരു ആൾക്ക് ആത്മീയമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാനായിട്ട് ബുദ്ധിമുട്ടും. അപ്പൊ അതിനുള്ളൊരു പരിഹാരം കൂട്ടായ്മ പോലെയുള്ള ഇതിനകത്തേക്ക് വരികയും കുറ്റസമ്മതം നടത്തുകയും അല്ലെങ്കിൽ ഒരു പുരോഹിതന്റെയോ അല്ലെങ്കിൽ മറ്റൊരാളുടെ മുമ്പിലാണെങ്കിൽ പോലും കുറ്റസമ്മതം നടത്തുകയൊക്കെ ചെയ്യുക എന്നുള്ളതാണ് ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് വിഭാവനം ചെയ്യുന്നത്. കുറ്റസമ്മതം എന്നത് എന്തെങ്കിലും ഒരു ആത്മീയ അധികാരത്തിന്റെ ഭാഗമായിട്ടല്ല. അല്ലെങ്കിൽ ചില ആളുകൾ പറയും ഇതൊരു കുമ്പസാരം എന്ന് പറയുന്നത് കുറ്റസമ്മതം ആത്മീയ അധികാരത്തിന്റെ പോലെയുള്ള അതായത് എന്റെ വ്യക്തിയുടെ വ്യശ്വാസം, ആ വ്യക്തിന്മേലുള്ള വിശ്വാസം അത്ര പ്രാധാന്യമില്ല എന്നാണ് പറയുന്നത്. ഈ ഒരു പക്ഷെ ആ വ്യക്തിയായിരിക്കും, ചിലപ്പോൾ മറ്റൊരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ സ്ത്രീ ആയിരിക്കാം, പുരുഷനായിരിക്കും. അവരോട് ഏറ്റു പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾക്ക് സജീവമായിട്ട് ആത്മീയതയിൽ ജീവിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇവരുടെ ഒരു കാഴ്ചപ്പാട്. ഇപ്പോ മറ്റ് പല യാഥാസ്ഥിതികമായിട്ടുള്ള മതപരമായിട്ടുള്ള ചില കാഴ്ചപ്പാടുകളെ തൂത്തെറിയുന്നതിനായിട്ട് ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് ഇത്തരം പങ്കുവെക്കലുകള് പ്രത്യേകിച്ച് പ്രദർശനപരമായിട്ട്, അതായത് അവരൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന്റെ അടുത്ത് ഒരുപാട് പേര് കൂടി നിൽക്കുന്ന അടുത്താണ് ഇത്തരം പങ്കുകൾ. അപ്പൊ അങ്ങനെ വരുമ്പോ അതില് അഹങ്കാരത്തെ മാറ്റാൻ പറ്റും. ഞാനൊരു സമൂഹത്തിന്റെ മുമ്പിലാണ് തെറ്റുന്നത്. ഇപ്പൊ പ്രത്യേകിച്ച് സാംശുമാർക്കൊക്കെ ഒരുപാട് ആളുകൾ പങ്കെടുക്കുന്ന മീറ്റിങ്ങിന്റെ മുമ്പിലാണ് തന്റെ ഒരച്ഛനായിട്ട് പോലും തന്റെ സ്വകാര്യ ജീവിതത്തിലെ പല കാര്യങ്ങളും തുറന്നു പറഞ്ഞിരുന്നത്. അങ്ങനെ തിരിച്ച് നമ്മളെന്താണ് ഇനി വരുന്ന ഭാവി ആത്മീയം ജീവിക്കും എന്നത് ഉറപ്പുവരുത്താനാണ് ഇത്തരത്തില് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പൊ പങ്കുവെക്കലുകൾ നടത്തേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് എന്നുള്ളതാണ് ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ ചരിത്രത്തിൽ നമ്മൾക്ക് മനസ്സിലാകുന്നത്. ഇപ്പം ഒരു ആത്മീയ ജീവിതത്തിന് കീഴടങ്ങി ജീവിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം തിരിച്ചു കൊണ്ടുവരിക, അങ്ങനെ ഒരു പുതിയ ജീവിതം എന്നതാണ് അവർ, അല്ലെങ്കിൽ പുനർജന്മം എന്നുള്ളതാണ് ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് വിഭാവനം ചെയ്യുന്നത്. അത് ഏതെങ്കിലും ഒരു പാപത്തിന്റെ തടവിൽ ജീവിക്കാതെ അത് ഏറ്റു പറഞ്ഞുകൊണ്ട് ആത്മീയ ജീവിതത്തിലെ മുന്നോട്ട് ഈ ഭൂമിയിൽ യഥാർത്ഥ സന്തോഷവും കൊണ്ടുവന്ന ആത്മീയമായിട്ടൊരു ലാഭം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഇപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ ഹൗസ് പാർട്ടികളിൽ മിക്കവാറും ഒരു പാപം ഏറ്റു പറഞ്ഞിരുന്നത്. നമ്മൾ ഓർക്കുന്നുണ്ട്, ഡോക്ടർ ബോബിന് ചെറിയ മീറ്റിങ്ങുകൾ ഇഷ്ടം. കാരണം ചെറിയ മീറ്റിങ്ങുകളാണെങ്കിൽ കുറച്ച് ആളുകളുള്ളൂ, അപ്പൊ വേറെ എളുപ്പം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഹെൻറിയറ്റ സ്പെർലിംഗ് ചെറിയ മീറ്റിങ്ങുകളൊക്കെ സംഘടിപ്പിച്ചത്. പിന്നീട് ഏഴിനു ശേഷമാണ് അവര് മോചനം നേടിയത്. അപ്പൊ പരിവർത്തനം അതാണ് അവരുടെ ഒരു ജീവിതത്തിൽ അവർ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ഒരു ആവേശം. അതായത് കീഴടങ്ങുക, സമ്പൂർണമായിട്ടുള്ള ഒരു കീഴടങ്ങല്. അതുകൊണ്ട് അങ്ങനെ ഒരു ആത്മീയമായ ഫലപ്രാപ്തിയും
അല്ല പിടിച്ച് വീണ്ടും ഹോസ്റ്റ് ആക്കിയിടാം. ഞാനൊരു മിനിറ്റ് ഞാൻ ഹോസ്റ്റ് ആക്കട്ടെ കേട്ടോ. നിന്നെ ഹോസ്റ്റ് ആക്കട്ടോ. ഉണ്ണി നിന്നെ ഹോസ്റ്റ് ആക്കിയിട്ടുണ്ടേ. 2-3 മൈക്കുകൾ ഇതായതാ നോക്കോണി ഉപകാരമാണ്. അപ്പൊ പരിവർത്തനം ഉപയോഗിക്കുക. അപ്പൊ നമ്മളെക്കാൾ ശക്തനായ ഒരാളുടെ മുമ്പിൽ നമ്മൾ തോൽവി സമ്മതിക്കുക. അതായത് നമ്മൾ വെടിനിർത്തുക എന്നുള്ളതാണ്. വെടിനിർത്തൽ ആവശ്യപ്പെടുക. അതായത് തന്റെ ജീവിതത്തിലുണ്ടായ തെറ്റുകളും കുറ്റങ്ങളും ഇനിയും ചെയ്യുകയില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന, അങ്ങനെ സമർപ്പണത്തിലൂടെ ജീവിതം കീഴ്പ്പെടുത്തുന്ന ആളുകളായിരുന്നു ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നവര്. അപ്പോ ദൈവത്തിന്റെയും മനുഷ്യരുടെയും ദൃഷ്ടിയിൽ അത്തരം കീഴടങ്ങൽ അവർ നടത്തിയിരുന്നു. അങ്ങനെ ദുഃഖമായാലും സന്തോഷമായാലും സമൃദ്ധിയായാലും ആ സമൃദ്ധി ചെറുതോ വലുതോ ആകട്ടെ, സ്നേഹമായാലും വിദ്വേഷമായാലും എല്ലാം അവര് ദൈവ സ്നേഹത്തിന്റെ ഇതില് പങ്കിടുകയാണ് ചെയ്തത്. അനായാസമായിട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്ന് നമുക്ക് അറിയാം. അത് ഈ കാലത്തില് പൂർണ്ണമായി സജീവമായിട്ട് ആത്മീയ ജീവിതത്തിൽ ജീവിക്കണമെങ്കിൽ ഇത്തരം കീഴടങ്ങലുകൾ ആവശ്യമാണ് എന്ന് ഇവര് വ്യക്തമാക്കുന്നു. അപ്പൊ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന് പലപ്പോഴും ഈ അപരിചിതരായിട്ടുള്ള ആളുകൾ വരുമ്പോൾ അവർക്ക് അതൊരു പുതിയ അറിവായിട്ട് മാറും. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ആത്മീയ പരിവർത്തനത്തിന് ആവശ്യമായി വരുന്നത് ഈ മാറിയ ജീവിത രീതി കാണുമ്പോഴാണ്, മറ്റാളുകളുടെ മാറിയ കാഴ്ചപ്പാട് കാണുമ്പോഴാണ്, മറ്റാളുകളുടെ മാറിയ മനോഭാവം കാണുമ്പോഴാണ് അവർ പലപ്പോഴും ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലേക്ക് തിരികെയും ഓക്സ്ഫോർഡ് ഗ്രൂപ്പില് സ്ഥിരമായി പങ്കെടുക്കാനൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോ ഒരു ആത്മീയ പരിവർത്തനം നടത്താനായിട്ട് ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് ആ കാലത്തെ ആളുകളെ സഹായിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പോ പല നമ്മുടെ ജീവിതത്തിൽ ആസിഡ് ടെസ്റ്റുകൾ ഉണ്ടാവാറുണ്ട്. ചില ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അവിടെ എല്ലാം നമുക്ക് ഒരു മാതൃകാ ജീവിതം നയിക്കാനായിട്ട്, ആസിഡ് ടെസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ജീവിതത്തിൽ പ്രശ്നങ്ങളെയാണ്. അപ്പൊ പ്രശ്നങ്ങളുടെ സമയത്ത് പോലും നമുക്ക് ഒരു ആത്മീയ ജീവിതം പുനർനിർമ്മിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു തീക്ഷ്ണത ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ പോകുന്നവർക്ക് കിട്ടിയിരുന്നു. അതിന് എന്ത് വിട്ടുവീഴ്ചയ്ക്കും അവർ തയ്യാറായിരുന്നു. തങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയാനും തങ്ങളുടെ പ്രശ്നങ്ങൾ മറ്റുള്ളവരോട് പറയാനും ഒക്കെ ആയിട്ട് അവര് തയ്യാറായിരുന്നു എന്നുള്ളതാണ്. അപ്പോ ഈ ഫ്രാങ്ക് ബുച്ച്മന്റെ ഈ സമ്പൂർണതകളെയൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടാണ് അവര് ഈ ഇത്തരം ഹൗസ് പാർട്ടികളൊക്കെ നടത്തിയിരുന്നത്. അപ്പൊ അതിനകത്ത് നമ്മൾ ആദ്യം പറഞ്ഞു സത്യസന്ധത, പൂർണ്ണമായ സത്യസന്ധത, പൂർണ്ണമായിട്ടുള്ള നിസ്വാർത്ഥത, പൂർണ്ണമായിട്ടുള്ള വിശുദ്ധി, പൂർണ്ണമായിട്ടുള്ള സ്നേഹം, ഇത്തരം പരിപൂർണതകളിൽ ഉൾക്കൊണ്ടുകൊണ്ടാണ് അവർ മുന്നോട്ട് പോയിരുന്നത്. അപ്പൊ നമുക്ക് ഓക്സ്ഫോർഡ് ഗ്രൂപ്പിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു 3-4 ആഴ്ചയായിട്ട്. അപ്പൊ ഇന്ന് ഓക്സ്ഫോർഡ് ഗ്രൂപ്പിനെ പറ്റിയുള്ള എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ, കൂടുതൽ കാര്യങ്ങൾ റെഫറൻസിനായിട്ട് പാസിറ്റോണും ഹംസഫും വായിച്ചാല് നമുക്ക് കിട്ടും. ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഉണ്ണിക്ക് മൈക്ക് കൈമാറുന്നു. താങ്ക് യു ഉണ്ണി. താങ്ക് യു ശിവട്ട. എന്തായാലും വളരെ നന്ദി. ഓക്സ്ഫോർഡ് ഗ്രൂപ്പിനെ കുറിച്ച് ഞങ്ങളോട് കാര്യങ്ങൾ വിശദമായിട്ട് തന്നെ പല തെറ്റിദ്ധാരണകളും മാറുന്ന രീതിയിൽ തന്നെ അവരുടെ ഉദ്ദേശത്തെക്കുറിച്ചൊക്കെ പറഞ്ഞതിന് നന്ദി. പ്രിയമുള്ളൊരു മധ്യസ്ഥനാണ് ആൽക്കഹോളിക്സ് അനോണിമസ് അതുമായി എന്ന ഈ ഒരു ഫെലോഷിപ്പിന്റെ സഹായത്താൽ മധ്യവെച്ചിട്ടുള്ള എൻ്റെ പേര് ഉണ്ണി. എല്ലാവർക്കും ഹായ്. ഹായ് ഉണ്ണി ചേട്ടാ. ഹായ് ഹായ്. ഹായ് ഉണ്ണി. ഹായ് ഹായ്. ഹായ് ഉണ്ണി ചേട്ടാ. നമ്മള്